ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ടീച്ചേഴ്സ് ഡേക്കൊക്കെ കുട്ടികൾക്ക് ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ടാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നൊരു കുഞ്ഞ് ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കണ്ടാലോ? ഓക്കെ. അതിനായിട്ട് ആദ്യം നമ്മൾ ഏത് കളറാണോ വേണ്ടത് ആ കളർ പേപ്പർ എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ കളർ പേപ്പർ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂ കളർ എടുത്തത്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതായി പേപ്പർ ഇങ്ങനെ സ്ട്രിപ്പായിട്ട് നമ്മൾ മടക്കിയെടുക്കുക, വിശറി പോലെ മടക്കിയെടുക്കുക. എന്നിട്ട് വേറൊരു സ്ക്വയർ പേപ്പർ എടുക്കുക. അത് ഈ കാണുന്ന പോലെ രണ്ട് എഡ്ജിലും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, പിന്നെ സാധാ സെൻറ്ററിൽ കൂടെ മടക്കുക. എന്നിട്ടിത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കുന്നത് കണ്ടില്ലേ, അതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു ത്രികോണ ഷേപ്പ് പോലെ വരും. അതിന് ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ അതിലൊരു ഷേപ്പ് വരച്ചെടുക്കുക. നമുക്ക് ഔട്ട്ലുക്ക് വരേണ്ടത് ഹാർട്ടിൻ്റെ ഷേപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ ഒരു പകുതി നമ്മളതിൽ വരച്ചു കൊടുക്കുക. അതെങ്ങനെ പെൻസിൽ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു സിസർ എടുത്തിട്ട് അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നിവർത്തി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നല്ല ഭംഗിയുള്ളൊരു പൂവല്ലേ? പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഹാർട്ടും, നിവർത്തി കഴിഞ്ഞാൽ അതൊരു വലിയൊരു പൂ പോലെ. ഇങ്ങനെ നമുക്ക് വേണ്ടത് വേറൊരു പീസ് പേപ്പർ എടുക്കുക. അതിൽ നമ്മളിങ്ങനെ ഈർക്കലയോ അല്ലെങ്കിൽ പേനയുടെ ട്യൂബോ എന്തെങ്കിലും വെച്ച് ഒന്നിങ്ങനെ ചുരുട്ടിയെടുക്കുക. നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാൻ ഞാനിപ്പോൾ ഈ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. അതിലൊരു കുഞ്ഞ് ഹാർട്ട് ഷേപ്പിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വരച്ച ഹാർട്ടിനേക്കാളും ചെറുതായിരിക്കണേ. കണ്ടോ, അതിനേക്കാളും ചെറുത്. അത് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ ഗം എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല രസമായിട്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്താ എഴുതേണ്ടത്? ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നോ നിങ്ങൾക്ക് എന്ത് വിശ്വസം വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്, അത് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഓരോ അതിൻ്റെ ഉള്ളിലും നമ്മൾ ഗം ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഈ സ്റ്റിക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചിട്ട് അത് നമ്മൾ ഈ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതിൻ്റെ എക്സ്ട്രാ വരണ പീസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഒരു വൃത്തികേടാവും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ വിഷസ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിൻ്റെ ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഹാർട്ട് ഷേപ്പ് കൂടി കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.